നാരായണ ഗുരു ഹിന്ദു അല്ല, സനാതന ധർമ്മത്തിലല്ല എന്ന് പറയുമ്പോൾ പിന്നെ എവിടെ നിൽക്കുന്നു എന്ന് പറയണം. ക്രിസ്ത്യാനിയാണോ, മുസ്ലിമാണോ, അതോ ഇതെല്ലാം ചേർന്നതാണോ? എല്ലാം ചേർന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ അതിൻ്റെ തെളിവ് വരണം. ഇവർ 1-2 വരികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുക്കും. അനുകമ്പാദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്, പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. മുത്തുരത്നമോ എന്ന് ചോദിക്കുകയാണ്. അനുകമ്പയുള്ളവൻ ഇവരിൽ ആരാണ് എന്നാണ് ആ കൃതിയിലെ മുഴുവൻ ചോദ്യം. പരമാർത്ഥം ഉരച്ചു തീർവിടും പൊരുളോ ഭൂതതയാ ക്ഷമാബ്ദിയോ സരളാദ്വയ ഭാഷ്യകാരനാം മുനിയോ ഈ അനുകമ്പയാണ്ടവൻ. ആരാ സരളാദ്വയ ഭാഷ്യകാരൻ? അദ്വൈതത്തെ സരളമായി ഭാഷ്യം ചമച്ച ആരാ? ശങ്കരനാണ്. പരമാർത്ഥമുരച്ച്, പരമമായ അർത്ഥം അത് പറഞ്ഞു കൊടുത്ത് തേര് തെളിച്ചത് ആരാണ്? ഇതൊക്കെ നാരായണ ഗുരു അനുകമ്പാദശകത്തിൽ തന്നെ എഴുതിയതാണ്. ഈ വരികൾ മറച്ചു വെച്ചിട്ട് കരുണാവാൻ നബി മുത്തുരത്നമോ എന്നുള്ള ചോദ്യം മാത്രം എടുത്ത് കാണിക്കുക. എന്നിട്ട് ഗുരു മതേതരനാണെന്ന് ചെണ്ട കൊട്ടുക. ഇതൊക്കെ ഈ അർത്ഥശൂന്യമായ, ശരിയാണ് ഗുരു ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ഗുരു സനാതന ധർമ്മം പിന്തുടർന്നു എന്നുള്ളത് കൊണ്ടാണ്.